കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാം, ഒരു സംശയവും വേണ്ടതില്ല. കാരണം എന്താണ്, നീ പന്ത്രണ്ട് പെരിച്ചാലി പോലും നിമിരിക്കാണ്ട് കാര്യം പറ. പിന്നെ പറഞ്ഞു. ഇത് സഹോദരനും സഹോദരിയും അളിയനും അമ്മായും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ചേർന്നൊരു തീരുമാനമെടുത്ത് തന്നിട്ട് എന്താ പറഞ്ഞു അത് പത്രക്കുറിപ്പായി കൊടുക്കുമ്പോൾ കൈകൊട്ടി അംഗീകരിക്കുന്ന പരിപാടിയല്ല ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും CPM-ന്റെയും സംഘടനാ ശൈലി. സമ്മതിച്ചു. ഓ പിന്നെ പിന്നെ സമ്മതിച്ചു വെറുതെ അല്ല ഇങ്ങനെ വെളുത്ത് തുടുത്ത് നിൽക്കണേ, ഒടുക്കത്തെ ബുദ്ധിയല്ലേ എന്റെ ചേട്ടായി. സമ്മതിച്ച് ഈ കാര്യങ്ങളൊക്കെ അയ്യോ അതെന്ത് പറ്റി? ചാകുന്നതിലും ഭേദമല്ലേ ബോധം കിടന്നത്. അതൊക്കെ പറയാതിരിക്കുന്ന നല്ലത്. അച്ഛനും മോളും തീരുമാനിക്കുന്നതല്ല ഒരാളും ഈ പാർട്ടിക്കകത്ത് ഉരിയച്ചന് എന്നോട് വിരോധമൊന്നും തോന്നരുത്. ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് കരുതുകയരുത്. ശ്രീ ജെയ്സി തോമസ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ഥാനാർത്ഥി ആരും ആയിക്കോട്ടെ, ഇതൊരു രാഷ്ട്രീയ മത്സരമാണ്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടക്കുന്ന ലിറ്റ്മസ് ടെസ്റ്റ് ആണ്. എന്റെ റബ്ബേ, നീ എന്നെ കുത്തുവാൾ എടുപ്പിക്കല്ലേ. അപ്പോൾ സർക്കാരിനെ എങ്ങനെ ജനങ്ങൾ നോക്കിക്കാണുന്നു? ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഞങ്ങൾ മികച്ച നിലയിലാണ് 2021 എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാം. പൊട്ടന്മാര് പൊട്ടന്ന ലോക പൊട്ടൻ. സർക്കാരിനെ കുറിച്ച് ജനങ്ങൾ നെഗറ്റീവ് മാർക്കിട്ട് തുടങ്ങിയെന്ന് സമ്മതിക്കുമോ? ആരോട് വേണമെങ്കിലും ഞാൻ ക്ഷമിക്കും, പക്ഷെ നിന്നോടതുണ്ടാവില്ല. നിന്നെ തിരിച്ചറിയാതെ പോയത് നിന്നെ ഞാൻ അത്രയേറെ സ്നേഹിച്ചിരുന്നതുകൊണ്ടാണ്. ഞാൻ നിന്നെ മനഃപൂർവ്വം ചതിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ട്? അങ്ങനെ പറഞ്ഞ അല്ല, അത് ആ ചോദ്യത്തിനുള്ള മറുപടി ഇതിനോടകം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇവിടെ കയറി വന്ന് ന്യായോ അന്യായം പറയാൻ നമ്മളാരാണാവോ? ഞാൻ കൊണ്ടേ അടുപ്പിൽ വെക്കിട്ടോ. ഞാൻ ആവർത്തിക്കണമെങ്കിൽ അതിലേക്ക് വരിക തന്നെ ചെയ്യാം. പക്ഷെ വളരെ ചെറിയ കാര്യം, 2 വാചകങ്ങൾ പ്രതികരിച്ചുകൊണ്ട് അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരിക തന്നെ ചെയ്യാം. തർക്കത്തിനില്ല. ഇതാണ് അങ്ങയുടെ രാഷ്ട്രീയ അന്തസ്. ഇതാണ് അങ്ങയുടെ രാഷ്ട്രീയ അന്തസ്. കുടുംബാധിപത്യത്തെ സംബന്ധിച്ച് ഞാനൊരു വാക്കിനൊരു വാചകത്തിൽ സൂചിപ്പിച്ചപ്പോ അങ്ങയുടെ പ്രതികരണത്തിന്റെ ശൈലി എന്താണ്? എന്നിട്ട് അങ്ങയുടെ കയ്യിൽ നിന്നും രാഷ്ട്രീയ അന്തസ്സിന്റെ ക്ലാസ് ഞങ്ങളെല്ലാവരും ഒരു നിമിത്തമാണെന്ന് ഞാൻ പറയൂ, അല്ലെങ്കിൽ ഞാനിവിടെ വരാനും പരസ്പരം കണ്ടുമുട്ടാനും ഇടവരില്ലായിരുന്നു. അതിന് തൽക്കാലം സൗകര്യപ്പെടില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്ന ശൈലിയല്ല ഇന്ത്യയിൽ CPM-നും ഇടതുപക്ഷത്തിനുമുള്ളത്. അതങ്ങനെ എന്തായാലും വരാനുള്ളത് വഴി തങ്ങുന്നില്ലല്ലോ. പരാതി ഗൗരവകരമാണെന്ന് പറഞ്ഞ ഗൗരവോടെ പോയി LDF-ന്റെ കൺവീനറോടെ പോയി എങ്ങനെയാ PV അൻവറിന്റെ ഗൗരവം ഇല്ലാതെയായി പോയത്? അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. PV അൻവർ അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഗൗരവതരമാണെന്ന് പറഞ്ഞ നിങ്ങളുടെ സെക്രട്ടറി, പാർട്ടി സെക്രട്ടറി, എന്തുകൊണ്ട് ആ ക്ലിഫ് ഹൗസിൽ നിന്ന് ആ അച്ഛൻ പറഞ്ഞപ്പോൾ ഈ പ്രശ്നം മുഴുവൻ ഉപേക്ഷിച്ചു? എക്സ്ക്യൂസ് മീ, ചീത്ത വിളിച്ചാൽ അവസാനിക്കുന്ന ഒരു കാര്യവുമല്ല അത്. നിങ്ങൾ പരിഹരിക്കേണ്ടതാണ്. അങ്ങ് ദയവായി മനസ്സിലാക്കണം. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ശബ്ദം കനിപ്പിച്ച് എന്താ നിങ്ങളുടെ ഉദ്ദേശം? CPIM-ന്റെ നേതാക്കന്മാരെ പള്ളു പറഞ്ഞാൽ തീരുന്ന കുഴപ്പമല്ല. അങ്ങയുടെ അഭിപ്രായത്തിനും കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായത്തിനും. എന്റെ ചേച്ചി ആ കുന്ത്രാണ്ട് എടുത്ത് കാതിൽ വെച്ചേ. ഇതൊന്ന് എടുത്ത് കാതിലോട്ട് വെക്കാൻ. നിങ്ങൾ കാണിക്കുന്ന മാന്യതക്കനുസരിച്ച് മാത്രമേ ഇപ്പുറത്തുനിന്ന് മാന്യതയുള്ളൂ. അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അത് കണ്ടു. ഓക്കെ, അപ്പൊ രണ്ടുപേരും അവസാനിപ്പിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.